നിന്റെ വിശ്വാസം ചോർന്നു പോയാൽ പാപം നിന്നെ കവർന്നെടുക്കും, പാപം നിന്നെ കാർന്നു തിന്നും. പിന്നെ ഒരു മടങ്ങിവരവില്ലാതെ വണ്ണം പാപം നിന്നെ ആഴങ്ങളിലേക്ക് താഴ്ത്തിക്കളയും. സ്വതം. എന്നാൽ ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിലെ തണുത്തുറഞ്ഞു പോയ വിശ്വാസത്തെ ഉറ്റുനോക്കുന്ന ദൈവത്തെ നീ തിരിച്ചറിഞ്ഞിട്ട് സ്വതം നിന്റെ വിശ്വാസത്തെ ഒന്ന് ജ്വലിപ്പിക്കാമോ? നിന്റെ പ്രതികൂലങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അതിനെ മറികടപ്പാനുള്ള കൃപ അതിനുമേൽ വ്യാപരിക്കും. അതേ, കാറ്റും കോളും കൊടും കാറ്റുകളും അടിക്കുമ്പോൾ, പടക് തകരുമ്പോഴും അവർക്കൊരു വിശ്വാസം. പടകിന്റെ തലക്ക് കിടക്കുന്നവൻ എൻ്റെ കർത്താവ്, അവൻ ഉറങ്ങുകയാണെങ്കിലും അവനെ വിളിച്ചുണർത്തിയാൽ എൻ്റെ ജീവിതത്തിന് പ്രാണരക്ഷയുണ്ടാകുമെന്നുള്ള ബോധ്യം ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ ഇന്നലെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളങ്ങളിൽ കർത്താവിനെ ഒന്ന് വിളിച്ചുണർത്തുവാൻ, കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ഒന്ന് കടന്നു വരുവാൻ, കർത്താവുമായ ഒരു ആത്മബന്ധത്തിലേക്ക് വരുവാൻ കഴിയുന്ന പകലായി മാറട്ടെ എന്ന് ഞാൻ ഹൃദയംഗമായി ആഗ്രഹിക്കുകയാണ്. ആദ്യം പറഞ്ഞ പദവി കാണാതെ പോയതിനെ കണ്ടുകിട്ടുവോളം സ്വത്രം അന്വേഷിച്ച് വന്ന നല്ല രക്ഷകൻ ഇന്ന് നിങ്ങളെ തള്ളിക്കളയാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? വിശ്വാസം ചോർന്നു പോയിട്ടും അവിശ്വാസം കാണിച്ചിട്ടും നല്ല രീതിയിൽ കൈയടിച്ച് കൂട്ടായ്മയിലൊക്കെ പങ്കെടുത്ത് വലിയ ആത്മനിറവിൽ നിന്നതാ. പക്ഷെ ഇന്ന് സ്തോത്രം വീണ്ടും എപ്പിസ്കോപ്പൽ തന്നെ പുരാതന ആലയങ്ങളിലേക്ക്, സെമിട്രി കണ്ടിട്ടാണോ അതോ കുഞ്ഞിന്റെ കല്യാണം കണ്ടിട്ടാണോ എന്നറിയാൻ മേല സ്തോത്രം മടങ്ങിപ്പോകേണ്ട അനുഭവം വന്നു. നിന്റെ വിശ്വാസത്തെ നീ തള്ളിക്കളഞ്ഞത്. കർത്താവ് നിന്നെ തിരഞ്ഞു നടക്കുക, കണ്ടുകിട്ടുവോളം നിന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുക. നിന്റെ മടങ്ങി വരവിനായി കർത്താവ് ആഗ്രഹിക്കുക. നിന്നെ വന്നിട്ട് വഴക്ക് പറയാനല്ല, കാണാതെ പോയി ആട്ടിൻകുട്ടിയെ എടുത്ത് മാർവോടാ ചേർത്തത്, ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. അതുകൊണ്ട് പ്രിയ സഹോദര, നീ എവിടെയെല്ലാം ഓടി ഒളിച്ചാലും, പ്രിയ സഹോദരി, നീ എന്തെല്ലാം തള്ളി പറഞ്ഞാലും, നിന്നെ കുറ്റപ്പെടുത്തുകയോ നിന്നെ വഴക്ക് പറയോ കാല് തല്ലി ഒടിക്കുകയോ ക്യാൻസർ വന്ന് കിടത്തുകയോ ഒന്നും ചെയ്യാനല്ല എൻ്റെ ദൈവം വരുന്നത്. കണ്ടുകിട്ടുവോളം നിന്നോട് സഹതാപത്തോടെ തപ്പി നടക്കുകയാണ്. പത്രോസേ, നീ എന്നെ തള്ളി പറഞ്ഞു പോയെങ്കിലും നീ പട്ടിണിയാണോ, നിനക്ക് മീൻ പിടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല എന്നുള്ള ഉത്കണ്ഠയോടെ അവനെ കടൽ വരമ്പിലേക്ക് കാത്തു നിൽക്കുവാൻ പോയ എൻ്റെ പ്രാണനാഥൻ അപ്പവും മീനും ഒരുക്കി കാത്തു നിന്നിട്ട് മടങ്ങി വരുമെങ്കിൽ സ്വത്രം അവനോട് പറഞ്ഞ് അവനെ ചേർത്ത് പിടിച്ച എൻ്റെ സ്നേഹിതനായ കർത്താവ് ഇന്ന് പകൽ നിങ്ങളെയും കണ്ടുകിട്ടുവോളം പിന്നാലെ വന്നുകൊണ്ടിരിക്കുക. ചോർന്നു പോയ വിശ്വാസത്തെ നിങ്ങളിൽ കണ്ടുകിട്ടുവോളം ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് സ്തോത്രം, എനിക്ക് ഒരു മടങ്ങി വരവിനായി ഇന്ന് നമുക്ക് സാധിക്കട്ടെ. അപ്പൻ്റെ മടിയിലേക്ക്, അപ്പൻ്റെ മാർവോളം മടങ്ങി വരുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറയുക, പിന്നെ നെഞ്ചോട് ചേർന്നിരിക്കുക. മടങ്ങി വരുന്നവൻ്റെ പ്രത്യേകത നിന്നെ നെഞ്ചോട് ചേർക്കും കേട്ടോ. ആ നെഞ്ചിലെ ചൂടും താളവും ഒക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് സ്തോത്രം, ഇതൊരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് മടങ്ങി വരാൻ വേണ്ടി. കണ്ടെത്തുവോളം നിന്റെ പിന്നാലെ കാത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ കടന്നു വരുന്ന, നിന്നെ അന്വേഷിച്ച് നടക്കുന്ന, കണ്ടുകിട്ടുവോളം അന്വേഷിക്കുന്ന പ്രാണനാഥൻ ഇന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയ കുഞ്ഞെ, നിന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. പഠനകാലത്ത് നിനക്ക് വന്നുപോയ പഠന വൈകല്യമല്ല, ജീവിത വൈകല്യം, അതിനെ അങ്ങനെ തന്നെ പറയണം. നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതേ, നിന്റെ ജീവിതത്തിലെ ആ പഠന സമയത്തുണ്ടായ വൈകല്യങ്ങളും പാപവഴികളും കുറവുകളും നിന്നെ ഭക്തിയിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. ദൈവം ഇപ്പോഴും നിന്റെ ഉള്ളങ്ങളിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. എന്നോടുള്ള സ്നേഹം അവിടെ ഉണ്ടോ? എന്നിലുള്ള വിശ്വാസം നിന്റെ അവിടെ ഉണ്ടോ? നിനക്കൊരു മടങ്ങി വരും. നിന്റെ ജീവിതത്തെ കഴുകൻ കൊത്തിപ്പറിച്ചു, പൈശാചിക ശക്തികൾ നിന്നെ അപമാന കോലമാക്കി, നിന്റെ ജീവിതത്തെ വികൃതമാക്കി, ലൈഫ് സ്പോയിലായി എന്ന് പറഞ്ഞെടുത്തു. ഒരു മടങ്ങി വരവിനായി ഒരു അവസരം ഇതാ തുറന്നിടുക. കർത്താവ് നിന്റെ ഹൃദയത്തിന് ആരും കാണാതെ നിന്റെ കണ്ണുനീരുകളെ ദൈവം കാണും. നീ പറ, അപ്പാ ഞാൻ മടങ്ങി വരുന്നു എന്ന് പറ. അത് എന്നെ ഒന്ന് സ്വീകരിക്കണമേ എന്ന് നീ പറയണ്ട, മടങ്ങി വരുന്നു മാത്രം പറഞ്ഞാൽ മതി. നിന്റെ വിശ്വാസത്തെ അന്വേഷിച്ച് നടക്കുന്ന, നിന്റെ വിശ്വാസത്തിലേക്ക് നിന്റെ കണ്ടെത്തുവോളം നിന്റെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവം നിനക്കൊരു മടങ്ങി വരവ് തരും. ഞാനൊരു ദൂത പറഞ്ഞ കേട്ടിരുന്ന സഹോദരിക്ക് അത് മനസ്സിലായി കാണും. മടങ്ങി വരാനുള്ള ഒരു അവസരമായി തന്നത് ഈ 2024 സ്തോത്രം, ഈ 7-ാം തീയതി ഞായറാഴ്ച പ്രിയ കുഞ്ഞ്, നിനക്ക് വേണ്ടിയ കർത്താവ് ഈ സംസാരിക്കുന്നത്. സ്തോത്രം, നിനക്ക് സകലതും വിട്ടൊഴിഞ്ഞുകൊണ്ട് അബ്ബ എന്ന് വിളിക്കാനുള്ള ഒരു അവസരം നൽകിയിരിക്കുക. വേറെ ഒന്നും നീ ചെയ്യേണ്ട, തെറ്റൊന്നും നീ തെറ്റുകളൊന്നും എണ്ണി പറയാനൊന്നും അവിടെ നിൽക്കേണ്ട. അപ്പ എന്ന് വിളിക്കുമ്പോൾ തന്നെ അറിയാം സ്തോത്രം നിന്റെ പോരായ്മകൾ, അതിനെ മറയ്ക്കുക, അതിനെ ലംഘനങ്ങളെ ക്ഷമിച്ച് സ്തോത്രം അവന്റെ പുണ്യാഹരക്തം കൊണ്ട് കഴുകി നിന്നെ ഹിമം പോലെ വെണ്മയുള്ളതാക്കി തീർക്കുവാൻ സന്നദ്ധമായി നിൽക്കുക. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന കുഞ്ഞെ സ്തോത്രം, ഇന്ന് ഈ മണിക്കൂറുകളിൽ പ്രിയ സ്നേഹിത, നിനക്ക് മടങ്ങി വരുവാനുള്ള ഒരു അവസരമുണ്ട്. കാണാതെ പോയതിനെ കണ്ടുകിട്ടുവോളം സ്തോത്രം അന്വേഷിച്ച് നടക്കുന്ന അപ്പൻ നിന്റെ അരികിലുണ്ട്. സ്തോത്രം, നിനക്ക് വേണ്ടിയാ, നീ എന്ന മുത്തിന് വേണ്ടിയാണ് സ്തോത്രം സ്വന്തം ശരീരം കാൽവറിയുടെ കൊലക്കളത്തിൽ പരമയാഗമാക്കി തീർത്തത്. സ്തോത്രം, നാം കണ്ടു സ്തോത്രം, സ്വർഗരാജ്യം സ്തോത്രം വിലയേറിയ മുത്ത. സ്തോത്രം, ആ മുത്ത് സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവാ. ആ ക്രിസ്തു സ്തോത്രം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത് സ്തോത്രം എന്നെയും നിങ്ങളെയും വിലയേറിയതായി കണ്ടതുകൊണ്ടാണ്. ഇന്ന് പകൽ സ്തോത്രം ആ വിലയേറിയതിനെ കണ്ടുകിട്ടുവാൻ വേണ്ടി തകർത്തെറിഞ്ഞിട്ട് സ്തോത്രം അവരെ തേടി നടക്കുന്ന ഒരു അപ്പൻ്റെ അവസ്ഥയാണ്. ഒന്ന് ഓർത്ത് നോക്കി, എല്ലാം വിട്ടിട്ട് നിന്നെ തേടി വന്നിരിക്കുക, എല്ലാം വിട്ടിട്ട് നിന്നെ തേടി വന്നിരിക്കുക. പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുന്നത് ലാഭമെന്നുള്ളതെല്ലാം ഛേദമെന്നെണ്ണി സ്തോത്രം എന്ന് പറയുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം സകലതും ഛേദമെന്നെണ്ണിയിട്ട് നിന്നെ തപ്പി വരികയാണ്. സ്തോത്രം, സ്തോത്രം, ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വളരെ വേഗത്തിൽ വിരാമം കുറിക്കുകയാണ്. കാണാതെ പോയതിനെ കണ്ടുകിട്ടുവോളം
കണ്ടുകിട്ടുവോളം തിരയുന്ന ഒരു സാന്നിധ്യം ഇന്ന് ഈ ഞായറാഴ്ച മധ്യേ ചാനൽ 1-ലെ ഈ കൂട്ടായ്മയുടെ നടുവിൽ നിങ്ങളോട് പറയുന്നത് സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ അത്രയേറെ ഇഷ്ടമായതുകൊണ്ടാണ്. സ്തോത്രം, ദൈവത്തിന് മഹത്വം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കാണാതെ പോയതിനെ കണ്ടുകിട്ടുമ്പോഴും അന്വേഷിച്ച് വന്ന നല്ല രക്ഷകൻ, അതേ സ്തോത്രം, വിലപ്പെട്ട മുത്തിനു വേണ്ടി സ്തോത്രം തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് സ്തോത്രം അതിനെ വാങ്ങുവാൻ സ്തോത്രം വന്നതുപോലെ സ്വർഗരാജ്യം സ്തോത്രം ഇന്ന് വിലയേറി എന്നെ നിങ്ങളെയും വാങ്ങുവാൻ വന്നതുപോലെ സ്തോത്രം ഇന്ന് ഉള്ളങ്ങളിലേക്ക് നോക്കുകയാണ്. നിങ്ങളുടെയും എൻ്റെയും വിശ്വാസത്തെ നോക്കുകയാണ്. ആ വിശ്വാസം കണ്ടുകിട്ടിയാൽ സ്തോത്രം നീ ദൈവരാജ്യത്തിൻ്റെ അംശിയായി. അതെ, ദൈവരാജ്യത്തിൽ നിന്ന് അകലങ്ങളിലായിരിക്കുന്ന നിന്നെ സ്തോത്രം നിന്റെ വിശ്വാസത്താൽ ദൈവരാജ്യത്തോട് അടുപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിന്നിൽ വ്യാപരിക്കുന്ന കർത്താവിനോടുള്ള സ്നേഹം മതി അതെ ദൈവരാജ്യം നിന്നിലേക്ക് സ്ഥാപിതമാകുവാൻ, നിന്നിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ. എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ അടിത്തട്ടുകളിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു കണ്ണുകളുണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ. തനിക്ക് വിലപ്പെട്ടതായ ക്രിസ്തു സ്തോത്രം അതിനെ കൊടുത്തുകൊണ്ട് നിന്നെ വിലക്കെടുത്ത പിതാവ് സ്തോത്രം നോക്കി നിൽക്കുകയാണ്. മകനെ, നിന്റെ ഹൃദയത്തിൽ യേശു എനിക്കായി മരിച്ചു, എൻ്റെ പാപങ്ങളുടെ പരിഹാരകനായി തീർന്നു. അത് എനിക്ക് വേണ്ടിയാണ് തകർക്കപ്പെട്ടത്, എൻ്റെ ശാപത്തിന് വേണ്ടിയാണ് അവൻ മുൾക്കിരീടം അണിഞ്ഞത്, എൻ്റെ രോഗങ്ങൾക്ക് വേണ്ടിയാണ് അവൻ അടിപ്പിണരുകളേറ്റത്, എനിക്ക് വേണ്ടിയാണ്, എൻ്റെ മരണത്തെ നീക്കുവാൻ വേണ്ടിയാണ് അവൻ മരിച്ചത് എന്ന് വിശ്വസിക്കുന്ന ദൈവവൈതലേ, നിന്റെ ഹൃദയത്തിനുള്ളിൽ മുളച്ചു വരുന്ന വിശ്വാസത്തിലൂടെ ദൈവം നിന്റെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് സ്തോത്രം, ഇന്ന് ഈ വിശുദ്ധ പകൽക്കാലം വിവിധ ടൈം സോണുകളിൽ ഇരുന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് കാണുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിലൊന്ന് നോക്കുകയാണ്. കണ്ടുകിട്ടുമോ എന്നോടുള്ള വിശ്വാസം? കണ്ടുകിട്ടുമോ എന്നോടുള്ള വിശ്വാസം? കണ്ടുകിട്ടിയാലോ സ്തോത്രം നിന്നെ കോരിയെടുക്കും. സ്തോത്രം, കോരിയെടുക്കും. കണ്ടുകിട്ടിയാൽ നിന്നെ കോരിയെടുക്കും. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം കണ്ടുകിട്ടിയാൽ നിന്നെ കോരിയെടുക്കും. സ്തോത്രം. ബാക്കി പറയാം, കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് തന്റെ സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചു കൂടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടെ സന്തോഷിപ്പീൻ എന്ന് അവരോട് പറയും. സ്തോത്രം. ചുമലിലെടുക്കുന്നൊരു ദൈവം. സ്തോത്രം. കണ്ടുകിട്ടിയാൽ സന്തോഷം കൊണ്ട് ചുമലിലെടുക്കുന്ന ദൈവത്തിൻ്റെ സന്തോഷം നിന്നിൽ പൂർണ്ണമാകുമ്പോൾ, ക്രിസ്തുവിലെ സന്തോഷം നിന്നിൽ പൂർണ്ണമാകുമ്പോൾ എന്താ സംഭവിക്കുക? നിന്റെ ജീവിതത്തിൻ്റെ ശൈലി മാറും. ദൈവിക സന്തോഷം പൂർണ്ണമാകുമ്പോൾ നിന്റെ വസ്ത്രധാരണം മാറും. ദൈവിക സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജീവിത ശൈലി മാറും. ദൈവിക സന്തോഷം പൂർണ്ണമാകുമ്പോൾ നിങ്ങളുടെ സംസാര ശൈലി മാറും. നിങ്ങൾ ആഢ്യത്വമുള്ളവരായി തീരും. ഇന്ന് നിങ്ങൾ സ്തോത്രം തെരുവിലെ പോലെ പുലമ്പുന്ന ഭാഷകളായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ അത് മാറി സ്തോത്രം സമാധാനപുത്രന്മാരായ, സൗമ്യരായ, ശാന്തരായ, ആഢ്യത്വമുള്ള, അധികാരമുള്ള വാക്കുകളുടെ ഉടമകളായി മാറും. ബലഹീനനെ പോലെ സംസാരിക്കുന്ന ഒരുവൻ സ്തോത്രം ദൈവം കണ്ടെത്തിക്കഴിഞ്ഞാൽ, സ്തോത്രം അവനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സന്തോഷം അവനിൽ പൂർണ്ണമായി കഴിയുമ്പോൾ സംഭവിക്കുന്നത് അവൻ്റെ ശൈലി മാറും. ഇന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ശൈലികൾ മാറാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? നിങ്ങളുടെ വിശ്വാസത്താൽ, ക്രിസ്തുവിനോടുള്ള വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ അങ്കുരിക്കുമ്പോൾ, ആ കർത്താവ് നിങ്ങളിൽ പ്രസാദിക്കുമ്പോൾ, ആ സന്തോഷം നിങ്ങളിൽ പൂർണ്ണമാകുമ്പോൾ സംഭവിക്കുന്നതാണ് നിങ്ങളുടെ സംസാരം മാറി, ജീവിതശൈലി മാറി, വേഷവിധാനം മാറി, ഭക്തി മാറി, രൂപം മാറി, എല്ലാത്തിലും ഭേദം വന്നു. നീ പിന്നെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയായി മാറുക. ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ, നീ ഒരു സമാധാനപുത്രൻ എന്ന നിലയിൽ, നീ ഒരു സൗമ്യൻ എന്ന നിലയിൽ, ദൈവരാജ്യത്തിൻ്റെ അംബാസഡർ എന്ന നിലയിൽ, സ്വർഗതലങ്ങളിൽ ഇരുത്തപ്പെട്ടവൻ എന്ന നിലയിൽ നിന്റെ മൊത്തം അടിമുടിക്ക് ഒരു മാറ്റം സംഭവിക്കും. അതാണ് കർത്താവ് സ്തോത്രം നിന്നിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ അനുഗ്രഹീതമായ വിശുദ്ധ പകൽക്കാലം എന്നെ കണ്ടുകൊണ്ടിരുന്ന മാന്യ സഹോദരങ്ങളോട് പറയട്ടെ, കണ്ടുകിട്ടുമ്പോഴും തിരയുന്ന ഒരുവൻ നിന്റെ പിന്നാലെയുണ്ട്. കണ്ടുകിട്ടിയാൽ ആ സന്തോഷം അത് നിങ്ങളിലേക്കും പകരുവാനിടയായി തീരും. ദൈവരാജ്യം സന്തോഷിക്കുന്ന അനുഗ്രഹീത മുഹൂർത്തങ്ങളായി നമ്മുടെ ജീവിതത്തെ തീർക്കട്ടെ എന്നുള്ള ആഹ്വാനത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. കർത്താവ് നിങ്ങളെവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വതം. അതിനുശേഷം നമുക്കൊന്ന് പാട്ടുപാടി ആരാധിച്ചിട്ട് സ്വതം നമുക്ക് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. സ്വതം ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തിൽ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. കർത്താവ് ഞങ്ങളെ കണ്ടുകിട്ടുവോളം അന്വേഷിച്ച് വന്നതുകൊണ്ടാണല്ലോ കർത്താവ് ഞങ്ങളിന്ന് ഇവിടെ ആയിരിക്കുന്നത്. കർത്താവെ, ഞങ്ങളെ മരണം കവരുവാൻ പലതവണ നോക്കിയപ്പോഴും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് അനർത്ഥങ്ങൾ വരാതെ ഞങ്ങളെ സംരക്ഷിച്ചു. വിശ്വാസം ഞങ്ങളിൽ കണ്ടുകിട്ടുവോളം ഞങ്ങളിലേക്ക് നോക്കിയിരുന്നു. കർത്താവ് പലതവണ തള്ളിപ്പറഞ്ഞപ്പോഴും, പലതവണ അകന്നു പോയപ്പോഴും, അവിശ്വാസത്തിൻ്റെ ലോകജടത്തിന്മേൽ ഓടിയപ്പോഴും, ജഡീക സ്വഭാവം ഞങ്ങളിലൂടെ ജ്വലിച്ചു നിന്ന സമയത്തും ഒക്കെ കർത്താവേ, നീ ഞങ്ങൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു.
ഞങ്ങളെ കണ്ടുകിട്ടുവോളം കർത്താവ് ഞങ്ങളെ തപ്പി വന്നു. കർത്താവിന് ഞങ്ങൾ നന്ദി പറയുക. തിരുവചനം പറഞ്ഞു, ഞങ്ങൾ അങ്ങേ തിരഞ്ഞതല്ല, അങ്ങ് ഞങ്ങളെ തിരഞ്ഞു വന്നതാ. സ്വതം ആ നല്ല സ്നേഹത്തിനായി സ്വതം. ഇന്ന് കർത്താവ് ഓൺലൈനിലും ദായ്മകളിലുമായി എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് കർത്താവേ സ്തോത്രം, അങ്ങ് കണ്ടുകിട്ടുവോളം തിരഞ്ഞു വന്ന ആ വലിയ സ്നേഹത്തിൻ്റെ മാഹാത്മ്യം ഗ്രഹിപ്പാൻ കർത്താവ് അവർക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുകയാണ്. കർത്താവേ സ്തോത്രം, ഇന്ന് തള്ളപ്പെട്ടു പോയവരും മുറിവേറ്റു പോയവരും ഒറ്റപ്പെട്ടു പോയവരും കർത്താവേ സ്തോത്രം, ശത്രുവിൻ്റെ കരങ്ങളിൽ കർത്താവേ സ്തോത്രം വളരെ വേദനയോടെ കർത്താവേ സ്തോത്രം കണ്ടുകൊണ്ടിരിക്കുന്ന, ശത്രുവിൻ്റെ കരങ്ങളിൽ പെട്ടിട്ട് ജീവിതം തകർന്നുടഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു വിമോചനത്തിൻ്റെ ദിനമായി ഇന്നത്തെ ദിവസം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. കർത്താവേ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. ഈ ഞായറാഴ്ച കൂടി വന്ന സകല ജനത്തെയും ഒരുപോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ കർത്താവ് എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാനായി അല്പസമയം വേർതിരിക്കാം. സ്തോത്രം. സന്തോഷത്തോടെ തുള്ളിച്ചാടി കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് നമുക്ക് സ്തോത്രം പിരിയാം. ദൈവത്തിന് മഹത്വം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. സ്തോത്രം. ദൈവദാസനെ നമുക്ക് അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. 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 ഹല്ലേലൂയ. സ്തോത്രം. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചന തന്നതിനായി നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഇത്രത്തോളം സമയം കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി ഞങ്ങൾ നന്ദി പറയും. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. 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 നമുക്ക് ഹല്ലേലൂയ ആമേൻ ആമേൻ ചേർന്ന് ഹല്ലേലൂയ. സ്തോത്രം. 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 പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവേ, ദൈവിക ഭവനമതിൽ പുതുവീടുകൾ ഒരുക്കിയവേ, വരുമേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനിൽ ദൂതരുമായി, വരുമേഘമതിൽ നമ്മെ ചേർത്തിടുവാൻ നടുവാനിൽ ദൂതരുമായി. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. സ്വന്ത ജനത്തിലെല്ലാം പല പീഡകൾ ചെയ്തവരെ, സ്വന്ത ജനത്തിലെല്ലാം പല പീഡകൾ ചെയ്തവരെ, വന്നു ബന്ധിതരാക്കിയ തമ്മികളാക്കിയവർക്ക് അന്തം വരുത്തിടുവാൻ, വന്നു ബന്ധിതരാക്കിയ കന്തം വരുത്തി അന്തം വരുത്തിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. കാലമെല്ലാം കഴിയും, ഇന്നും കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നും കാൺമതെല്ലാം അഴിയും.
യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദി തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദി തീർന്നിടുവാൻ ഹല്ലേലൂയ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദി തീർന്നിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അനുഗ്രഹീതമായ ഈ വിശുദ്ധ പകൽക്കാലം കർത്താവിനെ ഉയർത്തുവാൻ കർത്താവ് നമുക്ക് നൽകിയ നല്ല സമയത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് മുഴുവൻ മഹത്വവും കരയേറ്റാം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി 2024 ഈ പകൽക്കാലം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആരോഗ്യത്തോടെ എഴുന്നേറ്റ് സ്തുതിപ്പാൻ, അതരങ്ങളെ തുറന്ന് സ്തുതിപ്പാൻ ഇന്ന് ഈ പകലും ദൈവം നമുക്ക് നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. അനുഗ്രഹീതമായ സാക്ഷ്യങ്ങളെ പങ്കുവെച്ച പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ല സങ്കീർത്തന പ്രബോധനങ്ങളെ കേൾപ്പിച്ച കർത്താവിന് സ്തോത്രം സ്തോത്രം സ്തോത്രം. അനുഗ്രഹമായ നിലയിൽ ആരാധന ലീഡ് ചെയ്യുവാൻ കർത്താവിൽ പ്രിയ സാജുവിനെയും ശുശ്രൂഷയ്ക്ക് കർത്താവ് ഇട നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം. ഇത്രത്തോളം തടസ്സങ്ങളെ കൂടാതെ കർത്താവ് ഇത് അനുഗ്രഹമായി ശുശ്രൂഷകൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ബലപ്പെടുത്തി ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കേൾപ്പിച്ച തിരുവചനത്തിലൂടെ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് നമുക്ക് മഹത്വം കരയേറ്റാം. സ്തോത്രം. ഈ വർഷം നമ്മൾക്ക് മേൽ കേൾപ്പിച്ച ദൈവിക ആലോചന ഇപ്രകാരമാണ്. അതുകൂടെ ഒന്ന് ഓർപ്പിച്ചോട്ടെ. സ്തോത്രം. സങ്കീർത്തനങ്ങൾ 65:11 പറയുന്നത് പോലെ സ്തോത്രം, നന്മകൾ കൊണ്ട് സ്തോത്രം അലങ്കൃതമായി നിന്റെ സംവത്സരങ്ങൾ തീരും, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നതായി തീരും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ സ്തോത്രം, ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമ്മുടെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നതാക്കി തീർക്കും. നിന്റെ ഈ സംവത്സരത്തെ അനുഗ്രഹമായി, നന്മയുടെ അനുഗ്രഹമായി ദൈവം തീർക്കും. സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. യെരൂശലേമിന്റെ സമാധാനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പുത്രനായ യേശുക്രിസ്തുവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പരിശുദ്ധാത്മാം ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ആശീർവാദത്തോടെ നമുക്ക് പിരിയും. ആകയാൽ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും കൂട്ടായ്മയും നാം ഏവരോടും ലോകമെമ്പാടുള്ള വിശുദ്ധന്മാരോടും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തു മുഖേന നമുക്ക് ചെയ്യുന്ന പിതാവിനെ നമുക്ക് ആർത്ത് വിളിച്ച് ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. യേശുവേ വേഗം വരണമേ. കർത്താവ് എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. സ്വതന്ത്രം. നമുക്ക് സന്തോഷത്തോടെ പിരിയാം. അടുത്ത ഞായറാഴ്ച വീണ്ടും ഒരുമിച്ച് കൂടും. എല്ലാ ദിവസവും വൈകിട്ട് സ്വതന്ത്രം നമുക്ക് കുടുംബ പ്രാർത്ഥനയുണ്ട്. താല്പര്യമുള്ളവർ ആയി കാണുന്ന വാട്സപ്പ് നമ്പറിൽ ടെക്സ്റ്റ് ചെയ്താൽ ലിങ്ക് അയച്ചു തരാം. കുടുംബ പ്രാർത്ഥനയിൽ പങ്കാളികളാകാം. 24 മണിക്കൂറും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മൾ സഹോദരങ്ങളുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ഓൺലൈനിൽ കാണുന്ന നമ്പറിൽ ടെക്സ്റ്റ് ചെയ്യുക. സ്തോത്രം. അല്ലെങ്കിൽ കോൾ ചെയ്യുക. സ്തോത്രം. അത് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് മറുപടി കിട്ടുവോളും, നിങ്ങൾ സാക്ഷിയാകുവോളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതിനായി കർത്താവിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൽ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ലവ് യു ഡിയർ ഓൾ.